പുഷ്പ 2 ദി ഫിലിം ബൈ സുകുമാർ. എന്തൊക്കെയാണെങ്കിലും ഫസ്റ്റ് പാർട്ട് പോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മൂവിയല്ല. ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും അധികം ഈ ക്യാഷ് ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിൽ പോകുന്നതും ഈ സെക്കൻഡ് പാർട്ട് ഫുള്ളായിട്ടൊരു ഫാമിലി ഇമോഷൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ ഈ മാസ് വിത്ത് കോമഡി ഒരുപാട് എലമെന്റ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സോങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയത്തക്ക ഇത്ര വലിയ സോങ്ങൊന്നും വന്നിട്ടില്ല. 3 പാട്ടുകളാണ് ആകെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പാട്ടുകളെല്ലാവരും ഒരു ഫിലിം കണ്ടിറങ്ങുന്ന സമയത്ത് ഈ സോങ് നമുക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു പാട്ടും കാര്യങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടില്ല. എന്തൊക്കെയാണ് ഇതൊരു മാസ് വിത്ത് കോമഡി എലമെന്റാണ് പടം. പിന്നെ ഫസ്റ്റ് ഭാഗവും ഈ പറയുന്ന സെക്കൻഡ് ഭാഗവും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയത്. എങ്ങനെയാണ് തോന്നിയത്? കുറച്ച് ഫാമിലി കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കണത്. പിന്നെ അത് മാത്രമല്ല ഫസ്റ്റിലെയും അതുപോലെ തന്നെ ഈ സെക്കൻഡ് പാർട്ടിലും കൂടി നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റിൽ ഈ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളും സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഫാമിലി ഇമോഷൻസ്, പടം A to Z ഒരു ഫാമിലി ഇമോഷൻസിൽ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും പിന്നെ നമുക്ക് പാർട്ട് 2 എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻസിനൊത്ത് വന്നിട്ടില്ല അല്ലേ? എക്സ്പെക്ടേഷൻസിനൊത്ത് വന്നിട്ടില്ല എന്നല്ല സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള മെയിൻ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഇപ്പോഴൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. ഇനിയും ഒരു പാർട്ട് 3 കൂടി ഇനി വരാനിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ടിൽ സത്യം പറഞ്ഞ ഒന്നുമില്ല. എന്താ പറയാ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത്. പിന്നെ ഒബ്രോഡ് കൺട്രീസിൽ പോയിട്ട് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് അങ്ങനെയാണ്, സ്റ്റാർട്ടിങ്ങിൽ മാത്രം. പിന്നെ പടത്തിൽ കണ്ടിട്ടില്ല. ഇനി ഇതെല്ലാരും ഇതിന്റെ പാർട്ട് 3 കാണാൻ പറ്റുന്നത്. ഈ പടം വന്ന് അവസാനിക്കുന്നത് തന്നെ ഒരു ഫാമിലി ഇമോഷന്റെ പുറത്താണ്. സ്പോയിലർ ചെയ്യുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു ആവറേജ് പടം വെച്ചാല് ഈ കണ്ട എക്സ്പെക്ടേഷൻസിനൊത്ത പടം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഈ പറയുന്ന മാസ് വിത്ത് കോമഡി എലമെന്റ്സ് ആയതുകൊണ്ട് തന്നെ ചിരിക്കാനും ഉദ്ദേശിക്കുന്നത് മൊത്തം മാസ് എലമെന്റ് മാസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ സെക്കൻഡില് അത്രയും നമ്മള് പ്രതീക്ഷിച്ചിടത്തോളം ഒന്നും മാസ് തോന്നിയില്ല. കൂടുതൽ ഫാമിലി കണക്ഷൻസും കാര്യങ്ങളുമായിട്ട് പോയ പോലെയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ തെറ്റല്ല പറയണത്, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി ഇമോഷൻസ് കൂടുതൽ നമ്മളെല്ലാവരും ഈ പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഭാഗത്തിൽ കണ്ടാക്കണത് മെയിനായിട്ട് ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു രീതിയിലാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ അവർ കുറച്ച് പോർഷൻസ് തോന്നിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതും ആ ഒരു രീതിക്ക് തന്നെയാണ്. പിന്നെ അത് ഫാമിലി ഇമോഷൻസിലേക്ക് പടം ഡീവിയേറ്റ് ആയിട്ട് പോയി A to Z അങ്ങനെ തന്നെ വന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് പടം അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ തേർഡ് പാർട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. തേർഡ് പാർട്ട് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തതുപോലെയുള്ള ഒരു വില്ലനിസം ഒന്നും പാർട്ട് 2 ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫഹദിനെയാണ് ഭയങ്കരമായിട്ട് ഇതിൽ കണ്ടിരുന്നത്, അങ്ങനെ ആ ഒരു ക്യാരക്ടർ. പക്ഷെ ആള് സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പകുതി പോലും വന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കുറച്ച് കോമഡിയും മിക്സഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുകളാണ് ഇതിൽ പ്രസന്റ് ചെയ്തേക്കണത്. അപ്പൊ ആ വില്ലൻ എന്നുള്ളൊരു ഇത് പാർട്ട് 2 ശരിക്കും പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയാം. പുഷ്പനെ അഗേൻസ്റ്റ് ചെയ്ത് കുറെ ആൾക്കാർ അത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് അഗേൻസ്റ്റ് ആയിട്ട് പുള്ളി അതിൻ്റെതായ ഹൈ ലെവലിൽ റിയാക്ട് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാർട്ട് 3 എന്ന് പറയണത് പാർട്ട് 3 ആയിരിക്കും കുറച്ചും കൂടി ലെവലിൽ വരാൻ ചാൻസ് ഉള്ളതെന്നാണ് കണ്ടെടുത്തോളം മനസ്സിലാക്കിയത്. 2 എന്ന് പറഞ്ഞത് എല്ലാത്തിൻ്റെയും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ല് ഇത് പറഞ്ഞ് നിർത്തി എന്നല്ലാണ്ട് ബേസിക്കലി ഒന്നും അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ഒന്നും പടം വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. മോശമാണെന്നല്ല പറയണത്, ഭയങ്കര ഹൈപ്പായിരുന്നു, ഭയങ്കര ഹൈപ്പിൽ വന്ന പടമാണ്. അപ്പൊ അതിന് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പോയി തിയേറ്ററിൽ ഇരിക്കണേന്ന് ഇതിനു വേണ്ടി. അപ്പൊ അത്ര ഹൈപ്പിൽ വന്ന ഒരു മൂവിയാണ്. അപ്പൊ പക്ഷെ നമ്മളുടെ പ്രതീക്ഷ തെറ്റിന്നല്ല പറയണത്. നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു രീതിയിലേക്ക് അല്ലുവിന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാസ് നമുക്കത് കിട്ടിയില്ല. ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കണ ഒരു പാർട്ട് 2 ആണ് നമുക്ക് കാണാൻ പറ്റിയത്.
മോശമല്ല, മോശമെന്നല്ല പറയണത്. പിന്നെ ഫഹദിന്റെ ഒരു സൈഡ് റോൾ പോലെ ആയിപ്പോയി. നമ്മളിപ്പോ ട്രെയിലറും ടീസറും അതുപോലെ തമിഴ് സിനിമകളിൽ നായകന്മാരുടെ ഒപ്പം കൂടെ ഉള്ള ഒരു കോമഡി കഥാപാത്രത്തിന്റെ ഒരു അങ്ങനെയാണ് തോന്നിയത്. കിട്ടിയതിന് ഭയങ്കരമായിട്ട് അങ്ങനെയാണ് തോന്നിയത്. ഫഹദിന്റെ ഒരുപാട് മാസ് കാണിക്കാനായിട്ട് നോക്കിയിട്ട് ഏറ്റവും അവസാനം ഒന്നും ഇല്ലാണ്ടായി പോണ രീതിയിൽ ഒരു സൈഡ് റോൾ. ഇനിയിപ്പോ പാർട്ട് 3 എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. പാർട്ട് 3 ഇപ്പൊ ഒന്നും സ്പോയിലേഴ്സ് ഒന്നും ഞങ്ങൾ റിലീവ് ചെയ്യുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടിട്ട് നിങ്ങള് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. കുറച്ച് ഡ്യൂറേഷൻ ഉണ്ട്, പക്ഷെ ലാഗായിട്ടൊന്നും തോന്നിയിട്ടില്ല. ലാഗായിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയൊരു എന്ന് വെച്ചാൽ ഫാമിലി കണക്ഷൻസിന്റെ കാര്യങ്ങളൊന്നും ടെല് ചെയ്യണതിന്റെ രീതിയിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്ത്. ലാഗ് എന്നല്ല, അതൊരു ആ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു ലാഗ്. മാസം പ്രതീക്ഷിക്കണം മൂവിയില് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. ലാഗ് എന്ന് പറയാനില്ല, ഒരു സ്ലോ ആയി പടം. പിന്നെ ഓൾറെഡി 3-3.5 മണിക്കൂറോളം പടമുണ്ട്. അതിന്റേതായ ഒരു ഡ്യൂറേഷൻ ഉണ്ട് പടത്തിന്. വേറെ പിന്നെ കാണാനായിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് വിചാരിച്ചതുപോലെ അല്ലുവിനെ കാണുമ്പോഴും ഇത്ര വലിയ കയ്യടിയും ബഹളമൊന്നുമില്ല. കാരണം ഈ മാസിന്റെ ഒപ്പം കോമഡി എലമെന്റ്സ് കൂടി വന്ന ഒരു രീതി അനുസരിച്ചിട്ട് അത്ര വലിയ ആർപ്പ് വിളിയും കൂകി വിളിയും ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമലി എല്ലാവരും സൈലന്റ് ആയിട്ടിരുന്ന് വായിച്ചാണ് ഒരു രീതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് തീരെ കുറവായിരുന്നു തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ എൻട്രിയും ആളുടെ സ്ക്രീൻ പ്രസൻസും ഒക്കെ ഓക്കെയാണ്. പക്ഷെ BGMs പുഷ്പ 2 ഉണ്ടായിരുന്ന BGMസിന്റെ പകുതി BGMs പോലും കിട്ടിയില്ല. ഓൾറെഡി പുഷ്പ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGM കൊണ്ട് നിറഞ്ഞിരുന്നിരുന്ന ഒരു മൂവിയാണ്. 2 വന്നപ്പോ അതിന്റെ BGMs അധികം നല്ല BGMs വളരെ കുറവാണ്. കണക്റ്റഡ് ആയിട്ടുള്ള BGMs ഒന്നും വന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. പിന്നെ പുഷ്പ 1ഉം 2ഉം തമ്മിൽ ഇപ്പൊ കണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ പുള്ളിക്കാരനായിട്ട് ഇരിക്കുന്ന ഒരാള് അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കി ഇപ്പൊ 2ലേക്ക് വന്ന്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പടം തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല. പിന്നെ ശ്രീവല്ലി രശ്മികാമന്ദനയുടെ കുറെ ഓവർ ആക്ടിങ് എന്ന് പറയുന്നില്ല, പുള്ളിക്കാരത്തിന്റെ ആ റോൾ അങ്ങനെയാണ്. അത് ഇങ്ങനെ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തിന്റെ അടുത്ത് ഈ റോളില് എടുത്ത് വെച്ചാക്കണേ. പക്ഷേ കുറച്ച് ചില സമയങ്ങളിൽ മന്ദന കുറച്ച് ഓവറായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലുവായിട്ടുള്ള സീനും, അതായത് പുഷ്പയും ശ്രീവല്ലി ആയിട്ടുള്ള സീൻസ് ഒക്കെ അത്യാവശ്യത്തിന് കോമഡി എലമെന്റ്സും അതുപോലെ തന്നെ എല്ലാം കൂടി ചേർത്തിട്ട് സ്പോയിലർ ചെയ്യുന്നില്ല അത്തരത്തില് വന്നിട്ടുണ്ട്. റൈറ്ററിന്റെ കാര്യം സുകുമാർ സാർ ആണെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിർത്താൻ ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നു. ഒരു യൂണിവേഴ്സ് ആക്കാനുള്ള പരിപാടിയാണെന്നാണ് കണ്ടെടുത്തോളം മനസ്സിലാക്കിയത്. 5 ഭാഗമെങ്കിലും ഉണ്ടാവും, അതിനുള്ള എലമെന്റ്സ് ഉണ്ട് പടത്തിനകത്ത്. ഇപ്പൊ അതും റിവീൽ ചെയ്യുന്നില്ല. പാർട്ട് 3യുടെ ഒരു ഇതും കൂടി കാണിച്ചാണ് പടം നിർത്തിയേക്കണത്. പിന്നെ ഒരു പുതിയൊരു വില്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെയാണ് പടം നിർത്തിയിരിക്കുന്നത്. പിന്നെ പുഷ്പ കാണാൻ പോണ എല്ലാവരും ആദ്യം മുതൽ ചോദിക്കണ കാര്യമാണ് KGF ആക്കാൻ നോക്കിയിട്ടുണ്ടാകുന്നത്. KGF ആക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോ KGF നമ്മുടെ റോക്കി ബൈ പുള്ളിക്കാരൻ ക്യാഷ് എടുത്ത് വീശുന്ന ഒരു ഇതുണ്ട്. എന്ത് കാര്യത്തിനും ഓവറായിട്ട് ഇങ്ങനെ ഇപ്പം 50 കോടി ചോദിച്ചു കഴിഞ്ഞാൽ 250 കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടി. അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ ഒരു മൂവിയിൽ വന്നിട്ടുണ്ട്. അല്ലാണ്ട് KGF ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്താനൊന്നും പറ്റുന്നില്ല. ഒരുപാട് പേര് പുഷ്പ നോർമൽ ഹീറോ എന്ന മാസഡ് ആയിട്ടുള്ള ഒരു ഹീറോന്റെ അയാൾ എന്തിനും പോകുന്ന ഒരാളാണെന്ന് കാണിച്ചേക്കുന്ന ഒരു എലമെന്റ്. അതിനുവേണ്ടി എല്ലാ സിനിമയിലും ഉണ്ടാവും. കാശ് ഒന്നും നോക്കാണ്ട് അതുപോലെ എടുത്തെറിയണ ഒരു രീതി, അത് ഈ പടത്തിലും നല്ല രീതിയിലുണ്ട്. പിന്നെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് KGF 2ന്റെ അത്രയും വന്നിട്ടുണ്ടാന്ന് ചോദിക്കുന്ന കുറെ പേരുണ്ട്. അത്രയൊന്നും വന്നിട്ടില്ല. KGF 2ന്റെ ഒരു പകുതി പോലും നമുക്ക് അതന്നെ KGFന്റെ തട്ട് നമുക്ക് ഇപ്പൊ താത്താൻ പറ്റില്ല. ഇനിയിപ്പൊ പുഷ്പ 3 ഒക്കെ ഇറങ്ങിയിട്ട് പറയേണ്ടി വരും അതെങ്ങനെയാണ്. പിന്നെ ഏറ്റവും അവസാനം വന്നാക്കണ വില്ലൻ എനിക്ക് തോന്നുന്നു ഫഹദ് തന്നെ കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ട് വന്ന് നിൽക്കാൻ തോന്നണം. അല്ലെങ്കിൽ വേറൊരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരിക്കും. പിന്നെ കുറെ പേര് വിജയ് ദേവരകൊണ്ട ഫഹദ് മോഡിഫൈഡ് ആയിട്ടുണ്ടെന്നും ഫഹദിന്റെ ഒരു എൻഡിങ് റോള് പോലെയാണ് എനിക്ക് മനസ്സിലായത്. അത് നമുക്കിപ്പോ 3ൽ കണ്ടറിയാം, നമ്മളിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ദേവരകൊണ്ട വന്നെന്നൊക്കെ പറയുന്നുണ്ട്. ദേവരകൊണ്ട ഒന്നുമില്ല പടത്തിനകത്ത്. കുറെ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വിജയ് ദേവരകൊണ്ട വന്നിട്ടുണ്ട്. ഇപ്പൊ 3ൽ ഉണ്ടാന്ന് അറിയില്ല. എന്തൊക്കെയാണെങ്കിലും 2വിനകത്ത് വിജയ് ദേവരകൊണ്ട ഒന്നും വന്നിട്ടില്ല. അപ്പൊ A to Z നോക്കിയാണെങ്കിൽ ഒരു ആവറേജ് പടം. പിന്നെ ഓൾറെഡി 1ൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ അത്ര മാസത്
കുത്തിക്കേറ്റിന്നല്ലട്ടാ, സോറി ക്ഷമിക്കണം, മാസ് എലമെന്റോടെ വന്ന പുഷ്പവണ്ണിലും ആണെങ്കിലും ഫാമിലിയിലെ കുറച്ച് കണക്ഷൻസ് ഇങ്ങനെ അവോയ്ഡിങ് കാര്യങ്ങളൊക്കെ അല്ലുവിന്റെ അങ്ങനത്തെ ഒരു രീതിയിലാണ് പുഷ്പവൺ നിർത്തിയത്. 2 വന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലി കണക്ഷൻസ് അറ്റാച്ച് ചെയ്യണ രീതിയിൽ കണക്റ്റഡ് ആക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെയുള്ള രീതിയിൽ ഫാമിലി ആയിട്ട് പോയി സെക്കൻഡ് ഹാഫ് ഫുള്ള്. അതിനനുസരിച്ചുള്ള സ്റ്റണ്ടും കാര്യങ്ങളും അതിന്റെ ഇടയിൽ പോകുന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം. ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഫൈറ്റ് ആണ് ഇപ്പൊ ഇതിനകത്ത് മെയിൻ എന്ന് തോന്നുന്നത്. ഒരുപാട് പോർഷൻസ് ഫൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മെയിൻ ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ KGF ആണെങ്കിലും ഒരു പാൻ ഇന്ത്യൻ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യണ മൂവിയിൽ സോങ് ഒക്കെ അത്യാവശ്യം നമുക്ക് ഇങ്ങനെ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ പല സോങ്സും ഉണ്ടാവും. ഇതിനകത്ത് അങ്ങനെ നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പാട്ടും കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത് മറ്റേ ശ്രീലീല ഒരു ഐറ്റം ഡാൻസ്, അത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും പിന്നെ ഡാൻസ് അല്ലുവിന്റെ മെയിൻ ആണ്. അതിനകത്തൊന്നും പറയാനില്ല. നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ആവറേജ് പടം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. ഒരു ആവറേജ് ആണ് പടം. വണ്ണിനനുസരിച്ചുള്ള ഒരു ലെവല് 2 പ്രതി കിട്ടിയില്ല. ഇനിയിപ്പോ 3 ഇരിക്കുന്നു പറയാൻ പറ്റില്ല നമുക്ക്. അതെ ഈ 1 ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പടത്തിന് ഇത് ചെയ്യണം. വണ്ണ് വെച്ചിട്ട് നമുക്ക് 1ഉം 2ഉം തമ്മിൽ ഒരു ബന്ധമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ചാല് ഒരുപാട് അഗ്രസീവ് ആയിട്ട് ക്യാഷ് ഉണ്ടാക്കണ ഒരാള് പെട്ടെന്ന് ഫാമിലി ബോണ്ടിലേക്ക് പോകുമ്പോ ആ ഒരു പടത്തിന് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പുഷ്പ 1 കണ്ടിട്ടാണ് 2 കാണാനായിട്ട് ഇത്രയും പേര് ഇങ്ങനെ വന്നതും. പിന്നെ ഈ പറയണത് ട്രെയിലർ ആയാലും ടീസർ ആയാലും ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള അല്ലുവിനെയാണ് കാണിച്ചാക്കണത്. പക്ഷേ മൂവിയിലേക്ക് വരുമ്പോ അത്യാവശ്യം സോഫ്റ്റ് ആണ് പുള്ളിക്കാരൻ. പിന്നെ ആ ഒരു റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ഒക്കെ കൊടുക്കാം. റേഞ്ച് കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാ എന്നുവെച്ചാ മോശമല്ല. പിന്നെ എന്തെന്നാലും ഈ ഒരു പുഷ്പ 2 വേണ്ടി എക്സ്പെക്ട് ചെയ്തിരുന്ന എല്ലാവരും പോയി തിയേറ്ററിൽ കാണണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സ് ആയിട്ട് മൂവ്മെന്റ് പോകും എന്നാണ് ഞങ്ങളുടെ ഒരു OTT വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഗുള്ളതിന്റെ പേരിൽ നിങ്ങൾക്ക് അത് കണ്ടു തീർക്കാനായിട്ടുള്ള ഓൾറെഡി പടം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. തിയേറ്ററിൽ തന്നെ കാണണം. തിയേറ്ററിൽ തന്നെ കാണണം പടം. എന്തായാലും ഒരു പ്രാവശ്യം കാണാനുള്ള പടമുണ്ട്, അത് ഉറപ്പായിട്ടുണ്ട്. പിന്നെ 3rd പാർട്ടിലേക്ക് വരുമ്പോ ചിലപ്പോ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർ കൊണ്ടുവരുമായിരിക്കും. അതിനുള്ള എലമെന്റ്സ് ഇപ്പൊ സെക്കൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അബ്രോഡ് പോയിട്ട് ജപ്പാനിലും ഒക്കെ ആയിട്ട് ബിസിനസ് ചെയ്യണതും അവിടെയുള്ള ഇടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പടത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അത് എങ്ങനെയായിരിക്കും സുകുമാർ സാർ അത് എഴുതി വെച്ചാക്കണേന്ന് പറയാൻ പറ്റില്ല. 3rd പാർട്ടും ലാഗാണെങ്കിൽ ചിലപ്പോൾ ഒരു പാർട്ട് കൂടി എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അതിനുള്ള സ്റ്റോറി ഉണ്ട്. ഇപ്പൊ എല്ലാം കൊണ്ട് സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ജപ്പാനിലായാലും അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയാലും കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചാണ് പടം അവസാനിപ്പിച്ച് വെച്ചാക്കണത്. ഇതെനിക്ക് തോന്നുന്നു ഒരു 4-5 ഭാഗത്തിലേക്ക് പോകുന്നുണ്ട്. 3.5 മണിക്കൂർ പടമായിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല പടത്തിനകത്ത്. 3.5 മണിക്കൂറിലും ഇവർക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റിയില്ല. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കുറെ ഫാമിലി ഇമോഷൻസ് കൊണ്ടുവന്നുകൊണ്ട് അധികം പടത്തിനകത്ത് ഇവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് ഓരോ സീനുകളും ഭയങ്കര ലെങ്ത് പോലെ തോന്നി. ഒരു സീന് തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് റേഞ്ചിൽ ഒരു സീൻ അത്രയും എല്ലാം ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നി. അതിനനുസരിച്ചുള്ള ഒരു ടോട്ടൽ ടൈം ഈ സിനിമക്ക് എടുത്തിട്ടുണ്ട്. 3-3.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ടൈം എടുത്തിട്ടുണ്ട്. ലെങ്തി ആണ്, പക്ഷെ നമ്മള് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും ലാഗൊന്നും അടുപ്പിക്കണില്ല എന്ന് തന്നെ പറയാം. ലാഗില്ല, പക്ഷെ എല്ലാ സീൻസും നല്ല ലെങ്തി അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ പടത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തിയേറ്ററിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ മാസ് വിത്ത് കോമഡി എലമെന്റ്സും ഇത്തിരി ലാഗും വന്നുകൊണ്ടാണ് ആ പറയണ പുഷ്പനെ കാണുമ്പോ ആയാലും അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കാണുമ്പോ ആയാലും ഈ പറയണ ആർപ്പ് വിളിയൊന്നും ഇല്ലാത്തത്. ഇപ്പൊ KGF നമ്മള് ഫസ്റ്റ് ഡേ പോയി കണ്ടാണ്. നോർമലി രണ്ട് പാർട്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി 1 നമുക്ക് എല്ലാം എൻഗേജിങ് ആണ്, ഫുള്ളി എൻഗേജിങ് ആണ്. 1 അപേക്ഷിച്ച് 2 കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. അത്യാവശ്യം പിന്നെ പടം മോശം പറയാനും പറ്റില്ല. മോശമൊന്നും പറയാനില്ല. രീതിയില് നിർത്താലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പടം. വല്ലതും പറയണ്ട.
കാട്ടിലെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാട്ടിലെ സീൻ അത് പിന്നെ ഓൾറെഡി ട്രെയിലറിൽ ഉണ്ടായിരുന്ന ഒരു സീനാണ് മറ്റേ പുലി വന്നിട്ട് പുഷ്പ മാറിക്ക അല്ല പുഷ്പ വരുമ്പോ പുലി മാറിക്കളന്ന ഒരു സീൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് 3 മിക്കവാറും. ഓൾറെഡി സ്പോയിലർ ഇനിയും പറയുന്നത് സ്പോയിലറായിട്ട് പുറത്ത് വിടണില്ല. പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിക്കല. ഓൾറെഡി മറ്റേ കാട്ടില് ആദ്യം താഴത്തെ ഡ്രസ്സിങ് ശ്രദ്ധിച്ച അത് പഴയ കൂലിക്കാരന്റെ ഡ്രസ്സാണ്. പഴയ കൂലിക്കാരൻ. ചിലപ്പോ പിന്നെ ജപ്പാനിൽ കെട്ടിയിട്ട് മുകളിൽ അതും അതാണ് സ്റ്റാർട്ടിങ്. അപ്പൊ ചിലപ്പോ ഓൾറെഡി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോ അതൊക്കെ ത്രീയിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. മുഴുവൻ ത്രീയിലായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ട്രെയിലറിൽ ട്രെയിലർ അല്ല മറ്റേ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയല്ല പുഷ്പനെ ബന്ധപ്പെട്ടുകൊണ്ട്. അതിനകത്തുള്ള മിക്കതും ഈ പടത്തിനകത്തില്ല. അതൊക്കെ ത്രീയിലോട്ടായിരിക്കുള്ളൂ. എല്ലാം ത്രീയിലോട്ടുള്ളതാണ്. ഇതിനകത്ത് കുറെ ഫാമിലി ഇമോഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവന്റെ കയ്യില് ഇത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, KGF റോക്കി ബായുടെ അതിൽ എത്ര ക്യാഷ് ഉണ്ട് അത്രയും തന്നെ ഇപ്പൊ പുഷ്പയുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് മാത്രമേ ഉള്ളൂ KGF പുഷ്പ 2 തമ്മിലുള്ള ബന്ധം. അല്ലാണ്ട് പടങ്ങൾ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ്. മറ്റേ കഥാപാത്രത്തിന്റെ പേരെന്താണ്? മറ്റേ ഈ 1 വില്ലനായിട്ടുള്ള മെയിൻ വില്ലൻ. മറ്റേ മംഗളശീലൻ. അയാളും അയാളുടെ വൈഫിനെയും 1 ഭയങ്കര ഹൈപ്പ് കൊടുത്താണ് നിർത്തിയിരുന്നത്. പക്ഷെ അവരും ഒരു കോമഡി പീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഫീൽ ചെയ്തായിരുന്നു. നല്ലൊരു മംഗളശീലനും ഭാര്യ ദാക്ഷായിണി, അത് നല്ല കോമഡി, നല്ല ക്രഞ്ച് ഫീൽ ചെയ്യുന്നു. എന്നുവെച്ചാ ആ മംഗളശീലനേക്കാളും കൂടുതൽ നമുക്ക് കുറച്ചും കൂടി വില്ലനിസം വർക്കൗട്ട് ആയിരുന്നത് ഭാര്യയിലായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി ശരിക്കും അതെന്ന് വെച്ചാ ഫഹദ് ഈ പറഞ്ഞ മെയിൻ വില്ലൻ മംഗളശീലൻ ഈ ഭാര്യ ദാക്ഷായണി ഇവരൊക്കെ സെക്കൻഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒരു ക്യാരക്ടറേ ഇല്ലാത്ത രീതിയിലാണ്. ഫഹദും ഈ മംഗളശീലനും ദാക്ഷായണി കോമഡി പീസ്. ഈ ഫഹദിനെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇരിക്കണ നല്ലതെന്ന് തോന്നുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു വേറെ പടം ഇറങ്ങിയുണ്ടായി വേട്ടയ്യനിലാണെങ്കിൽ ഫഹദ് ഒരാവശ്യമില്ല ഫഹദിന്. ആ കരിയർ നോക്കി ഫഹദിന്റേതായ രീതിയിൽ പോയാൽ മതി. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ കേസൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആദ്യം മുതലേ പറഞ്ഞിരുന്നത് അല്ലുവിന് ഒപ്പമുള്ള വേഷം കൊടുക്കും. പക്ഷെ ഓൾറെഡി പിന്നെ 1 ഫഹദിന് ആകെ ഒരു ചെറിയ സ്ക്രീൻ പ്രസൻസേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഭയങ്കര ഒരു വില്ലനിസം ഫീൽ ചെയ്ത് നിർത്തിയിട്ട് ഇതിനകത്ത് കൊണ്ടുപോയി ഫഹദിന്റെ എപ്പോഴുള്ള ഒരു പരിപാടിയാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേട്ടയിലും ഇത് തന്നെ ഈ വേട്ടയന്റെ ക്രിഞ്ച് തന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്ത് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. വേട്ടയനിൽ എന്താണ് ഫഹദ് അത് തന്നെ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. അത്രയും വലിയ വില്ലൻ സെറ്റപ്പ് ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഒരു പടം ഒരു പ്രാവശ്യം നമുക്ക് പോയി കാണാം. അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും പോയി കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിട്ടൊന്നും പോണ്ട എന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ചിലപ്പോൾ 3rd പാർട്ടിൽ നമുക്ക് വിചാരിച്ചതിനപ്പുറം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് പടമാണ്, അത് പറയാതെ വയ്യ. എന്തൊക്കെയാണെങ്കിലും അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ല. എല്ലാവരും പോയി കാണട്ടോ. ഇനിയിപ്പോ അത് നമ്മ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ പോവാണ്ടിരിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടുന്നവര് എന്തായാലും പോയി തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. അല്ലാണ്ട് അതന്നെ മോശം എന്നുള്ള ഒരു ഇത് ഞങ്ങൾക്ക് പറയാനില്ല. പക്ഷെ 1 ആണ് 2 അതിന്റെ താഴെയാണ് കുറച്ചുകൂടി ഇതായിട്ടുണ്ട്. പിന്നെ BGM ആയാലും ഇതിനകത്തുള്ളതും പിന്നെ സ്ക്രീന് കാസ്റ്റിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് പിന്നെ എടുത്ത് പറയണമല്ല. ഇപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ സ്ക്രീനിൽ വരുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടും എഫക്റ്റ് മറ്റേ എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ട് ട്യൂണ് പിന്നെ BGM ഒക്കെ ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോ അത്ര സുഖകരമല്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മോശമല്ല. പിന്നെ എല്ലാം കൊണ്ടും നല്ല രീതിയിലൊരു മൂവി തന്നെയാണ് ഇപ്പൊ ഇത്. എന്തായാലും എല്ലാവരും പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. We are the brothers signing off.